viewers, welcome back to Zala Learning. It's me, Sri Bhama SB. മക്കളെ, നിങ്ങളുടെ എക്സാമിങ് അടുത്തെത്തിയാലേ ഒരു ദിവസങ്ങളൊന്നും ഇല്ല, നന്നായിട്ട് പഠിക്കേണ്ട ടൈമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ആനിമൽ ലോർ, ജന്തുവിശേഷങ്ങൾ എന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. ചെറിയൊരു ചാപ്റ്റർ ആണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററുമാണ്. സോ ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കില്ലേ മക്കളെ, ഏതാണ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. യെസ്, അപ്പൊ മിസ് ഫസ്റ്റ് തന്നെ രണ്ട് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ അത്? ഒരു കോഴീനെ വെച്ചിട്ടുണ്ട്, ഒരു തള്ളക്കോഴീനെ വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് കുട്ടികളെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കുട്ടികൾ, അപ്പൊ കോഴിക്കുട്ടികൾ എന്താ പറയാ, മുട്ട വിരിഞ്ഞ കുട്ടികൾ ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ കോഴിക്ക് എങ്ങനെയാണ്, കോഴിക്കുഞ്ഞ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ്. കോഴി വിരിഞ്ഞ് അതിൽ നിന്ന് വളർന്ന് വലുതായിട്ട് ഇതുപോലെ തള്ളക്കോഴിയായിട്ട് വീണ്ടും മാറും, പിന്നെ വീണ്ടും ഒരു മുട്ടയിടും, വീണ്ടും കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ സൈക്ലിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിയുടെ കേസിൽ അല്ലെ. അപ്പൊ അതുപോലെയാണോ എല്ലാ ജീവികളുടെ കേസിലും അല്ലെങ്കിൽ പക്ഷികളുടെ കേസിലൊക്കെ വരുന്നത് എന്നുള്ളതാണ് മിസ്സിന്റെ ചോദ്യം. ആണോ? നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ. നമ്മൾ തവളേനെ കണ്ടിട്ടില്ലേ? തവളയുടെ കേസിൽ എങ്ങനെയാ കുട്ടികളെ ഉണ്ടാക്കാറുള്ളത്? ഇപ്പൊ കോഴിയാണെങ്കിൽ മുട്ട വിരിഞ്ഞ് കുട്ടി ഉണ്ടാകും. ആ കുട്ടി എന്താ വെച്ചാൽ കോഴിയുടെ അതേ രൂപസാദൃശ്യൊക്കെ ഉണ്ടാവും പറയാം. എന്നാ നമ്മുടെ തവളയുടെ കേസിൽ അങ്ങനെയല്ല. അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ടുള്ള ലാർവകൾ എന്നാണ് പറയാ. ഈ കുഞ്ഞേതായിട്ട് കാണുന്ന ഈ സാധനങ്ങളില്ലേ, അത് ലാർവകളാണ്. അതിൽ നിന്ന് ഈ ചെറിയ ആളെ കണ്ട നമ്മൾ പറയൂ ഇത് തവളയാണെന്ന്. ആ സാധനങ്ങൾ വളർന്ന് വലുതായിട്ടാണ് തവളയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. സോ തവളയുടെ കേസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. തവള എങ്ങനെയാണുള്ളത് അതേപോലെയല്ല അതിന്റെ കുട്ടികൾ ഉണ്ടാവുക അല്ലെ. സോ ദർ ഇസ് എ ഡിഫറൻസ്. അതിൽ എന്തുണ്ട്? ഒരു ഡിഫറൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെറ്റാമോർഫോസിസ് അഥവാ രൂപാന്തരണം എന്ന് പറയാം. അപ്പൊ എന്താ രൂപാന്തരണം ചോദിച്ചാൽ, ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുട്ടികൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ലൈക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഫ്രോഗിന്റെ കുട്ടി മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ലാർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രോഗിനെ പോലെയേ അല്ല. നമ്മൾ കഴിക്കും വേറെ എന്തോ വല്ല കൊതുകിന്റെ മുട്ട പോലെ ആയിരിക്കും, അത്രയും ചെറിയതായിട്ടുള്ള ആളുകളാണ് അല്ലെ. പക്ഷെ അതെന്താണ്? നമ്മുടെ തവളയുടെ മുട്ടയാണ്. അപ്പൊ ഇവയാണ് ലാർവകൾ എന്ന് പറഞ്ഞത്. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്നത്. ഇപ്പൊ രൂപാന്തരം സംഭവിക്കാൻ പറഞ്ഞാൽ നമുക്ക് മിസ്സിനൊരു ട്രാൻസിഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കാം. എങ്ങനെയാ നിങ്ങൾ പറയാ? മിസ്സിന്റെ ഹെയർ സ്റ്റൈൽ മാറി, മിസ്സിന്റെ ഡ്രസ്സിങ് മാറി, മിസ്സിന്റെ മേക്കപ്പ് മാറി, മൊത്തം വേറെ ലെവലായത് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പറയാം എന്തൊരു മാറ്റാണ് മിസ്സിന് വന്നതെന്ന് പറയും അല്ലെ. എന്നാൽ മിസ് ഇതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ മിസ്സിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ മിസ്സിന് ഭയങ്കര ചേഞ്ച് വന്നു എന്നുണ്ടെങ്കിൽ അത് രൂപാന്തരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മെറ്റാഫോസിസ് വന്നു എന്ന് പറയാം. ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞതാണ് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ the young one hatching out of the egg of certain organism do not resemble their പാരന്റ്സിനായിട്ട് അത് റിസംബിൾ ചെയ്യില്ല. ബട്ട് എന്താണ് അതിനെ നമുക്ക് ലാർവ എന്ന് പറഞ്ഞ് വിളിക്കാം. അത് ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്ത Morphosis is the process by which young ones of larva stage develop into organism. അത് ഡെവലപ്പ് ചെയ്ത് ഓർഗാനിസം ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് എന്ത് വരുന്നത്? അതിന് സ്റ്റേജ് ഗ്രോത്ത് വരുന്നത് എന്നാ പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് അത് നമുക്ക് കാണുന്ന രൂപത്തില് ഫ്രോഗിന്റെ രൂപത്തിലോട്ട് മാറുന്നു. എക്സാമ്പിൾ ഫ്രോഗ്. അപ്പൊ തവളയുടെ രൂപാന്തരം മിസ്സോടെ വെച്ചിട്ടുണ്ട്. നോക്കൂ, അവിടെ ആദ്യം ഒരു എഗ് ഉണ്ടാവുന്നു, അത് എംബ്രിയോ ആയിട്ട് മാറി ടാഡ്പോൾ ആയിട്ട് മാറി. ടാഡ്പോള് പതിയെ വലുതായിട്ടാണ് നമ്മുടെ തവളയായിട്ട് രൂപം കൊള്ളുന്നത്. കണ്ടോ, എത്ര സ്റ്റേജ് കഴിഞ്ഞ് കുഞ്ഞു ലാർവകളിൽ നിന്ന് വളർന്ന് ടാഡ്പോൾ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അത് എന്തായിട്ട് മാറിയത്? നമ്മുടെ തവളയായിട്ട് മാറിയത്. സോ അവിടെ ഒരുപാട് രൂപാന്തരങ്ങൾ സംഭവിച്ചു അല്ലെ. സോ അപ്പൊ അതിലെ നമുക്ക് എന്ത് പറയാ, ലാർവകൾ. ആദ്യം അതിനുണ്ടാകുന്ന മുട്ടയ്ക്ക് നമുക്ക് എന്ത് പറയാം? ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയുടെ സാദൃശ്യമില്ലാത്തതാണ്. അവയെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാടെ മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് ലാർവാസ്. റെഡി അല്ലേ? പിന്നെ എന്താണ് മെറ്റാമോർഫോസിസ് എന്നുള്ളത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത ഒരാളാണ് കൊതുക്, മൊസ്കിറ്റോന്റെ കേസിലും ഇതുപോലെ രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. മൊസ്കിറ്റോന്റെ കുട്ടി മൊസ്കിറ്റോനെ പോലെ തന്നെയാണോ ആദ്യം ഉണ്ടാവുക? അല്ല, അതെന്ത് ചെയ്യും? വെള്ളത്തിൽ പോയിട്ട് മുട്ടയിട്ട് ഒരു കൂത്താടിയായിട്ട് മാറും. നമ്മൾ കൂത്താടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ റിഗ്ലർ എന്ന് പറയും. റിഗ്ലർ അതെന്ത് ചെയ്യുന്നു? പിന്നെയാണത് മൊസ്കിറ്റോ ആയിട്ട് മാറുന്നത്. അപ്പൊ എഗ് കൂത്താടിയായി, അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കൊതുക് ഉണ്ടാവുന്നത്. സോ സൈക്കിൾ ആയിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ പതിയെയാണ് അവരുടെ വളർച്ച സംഭവിക്കുന്നത്. അപ്പൊ പൂമ്പാറ്റയുടെ കേസിലാ എല്ലാവർക്കും ബട്ടർഫ്ലൈസ് ഇഷ്ടമായിരിക്കുമല്ലോ. ബട്ടർഫ്ലൈസിന്റെ കേസിൽ എങ്ങനെയാ വരാ? ബട്ടർഫ്ലൈ നേരിട്ട് അങ്ങനെ പുതിയതായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കി എടുക്കുകയാണോ? അല്ല, അതിനും ഇതുപോലെ സ്റ്റേജ് ഉണ്ട്. പ്യൂപ്പ, ലാർവ, എഗ് എന്നെല്ലാം പറഞ്ഞ സ്റ്റേജ് ഉണ്ട്.
ആദ്യം ഇത് ഈ ചെറിയ ചെറിയ ചെടികളുടെയൊക്കെ ഇലകളുടെയൊക്കെ ബാക്കിലായിട്ട് കുഞ്ഞു കുഞ്ഞിയതായിട്ടുള്ള എഗ്ഗുകൾ അത് ഇടും. ആ എഗ്ഗ് കുറച്ച് വളർന്നിട്ട് എന്തായിട്ട് മാറും? ലാർവയായിട്ട് മാറും. ആ ലാർവ പിന്നീട് പ്യൂപ്പയായിട്ട് മാറും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? പുതിയതായിട്ടുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്നത്. സോ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ മെറ്റാമോർഫോസിസ് കാണിക്കുന്ന, രൂപാന്തരങ്ങൾ കാണിക്കുന്ന ജീവികളെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതുപോലെ ഒരുപാട് ശലഭങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മൾ വെറൈറ്റി ബട്ടർഫ്ലൈസിനെ കാണുക. ഒരേ നിറത്തിലും ഒരേ ഭംഗിയിലുമാണോ? അല്ല. ചില സമയത്തൊക്കെ ഭയങ്കര ഭംഗിയുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഗരുഡ ശലഭം ഉണ്ട്, സൗത്തേൺ ബേർഡ് വിങ് ബട്ടർഫ്ലൈ ഉണ്ട്, ഓക്കില ഉണ്ട്, അതുപോലെ മഞ്ഞപ്പാപ്പാത്തി ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈസ് ഉണ്ട്, ആൻഡ് കൃഷ്ണശലഭം ബ്ലൂ മോർമോൺ ഉണ്ട്, അതുപോലെ നാരകശലഭം കോമൺ മോർമോൺ ഉണ്ട്, കോമൺ ഇന്ത്യൻ ക്രൗ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ബട്ടർഫ്ലൈസിന്റെ കേസിൽ. അപ്പൊ ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഓരോ എക്സാമ്പിളുകൾ ചോദിക്കും, അല്ലെങ്കിൽ ഒരു പിക്ചർ തന്നിട്ട് ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ എക്സാം ടൈം ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നന്നായി തന്നെ മക്കൾ ഇത് പഠിക്കുക. എന്താണ് മെറ്റാമോർഫോസിസ് എന്ന് പഠിക്കുക, അതുപോലെ അതിന്റെ ഏതൊക്കെയാണ് എക്സാമ്പിളുകൾ മിസ് പറഞ്ഞത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ബൈ, സീ യു.